ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവവചനം കേൾക്കുവാനും ദൈവവചനത്തിൻ്റെ പ്രകാശത്തിൽ നമ്മെ വിശുദ്ധീകരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. വചനത്താൽ നിറയുവാൻ വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. അങ്ങനെ വചനത്തെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടും. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 17-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കും: ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. അതായത് നമ്മിൽ വചനം ഫലം ചൂടാൻ സാധിക്കാത്ത വിധത്തിൽ നിലനിൽക്കുന്ന മുള്ളുകളും മുൾച്ചെടികളും ഇല്ലായ്മ ചെയ്യുന്ന ആത്മാവിൻ്റെ ഒരു തീ അഭിഷേകം നമ്മളിൽ നിറയുവാൻ വേണ്ടി ആഗ്രഹിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടച്ച്. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശത്താൽ, അങ്ങേ ശക്തിയാൽ, അങ്ങേ ചൈതന്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ആഗ്രഹത്തോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിൻ പ്രകാശത്തിൻ്റെ സ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. പരിശുദ്ധാത്മാവേ, നിൻ പ്രകാശത്തിൻ്റെ സ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ളം സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പരിശുദ്ധാത്മാവേ, ഒരു പുതു സൃഷ്ടിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പാവനാത്മാവേ, നീ വരേണമേ. മാനസമണി കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. കരങ്ങളുടെ യാചനാരൂപത്തിൽ പിടിച്ചൊരിക്കൽ കൂടി: പാവനാത്മാവേ, നീ വരേണമേ. മാനസമണി കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു, സ്നേഹസംഗീതം പാടുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, വചനം കേട്ട് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. തിന്മ വർദ്ധിക്കുന്നു എന്ന് പലരും പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ജീവിതശൈലികളെല്ലാം മലിനപ്പെട്ടു പോകുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുകയും, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം നൽകേണ്ടത്? യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്: ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം എന്ന ഒറ്റ വാക്കിൽ ഈ ബൈബിളിലെ മുഴുവൻ പ്രമാണങ്ങളും ഉൾച്ചേർത്തിട്ടുണ്ട്. കാരണം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് പറയും, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ അടിസ്ഥാനമുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ദൈവത്തിൽ അടിസ്ഥാനമുറപ്പിക്കുക എന്ന് തന്നെയാണ്. സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവപ്രമാണങ്ങളെക്കുറിച്ച് പറയുമ്പം നമ്മളിങ്ങനെ അവയെ സംഗ്രഹിച്ചു വയ്ക്കും. എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ അടിസ്ഥാന യാഥാർത്ഥ്യം എന്താണ്? ദൈവത്തിൽ സ്നേഹം ഉറപ്പിക്കപ്പെട്ടാൽ ജീവിതം കൃപയും വിശുദ്ധിയും നിറഞ്ഞതായിരിക്കും. ദൈവമെന്ന അച്ചുതണ്ടിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം കൃപയും വിശുദ്ധിയും നിറഞ്ഞതായിരിക്കും. ഈ അച്ചുതണ്ടിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതം പോകുന്നത് എങ്ങോട്ടാണെന്ന് നമുക്കൊരു നിശ്ചയം ഉണ്ടാകില്ല. പ്രപഞ്ചത്തിൻ്റെ ഈ താളം നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടതാണ്. നമുക്കറിയാം, പ്രപഞ്ചവും ഈ ഒരു താളത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുക. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഈ ഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥത്തിൽ നിന്ന് അഥവാ ഈ ആകർഷണ വലയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ആ ഗ്രഹങ്ങൾ കൂട്ടിമുട്ടി തകർന്ന് തരിപ്പണമാകും. ഓർക്കുക, ദൈവമെന്ന അച്ചുതണ്ടിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം തട്ടിത്തകർന്ന് താറുമാറായിത്തീരും. അതുകൊണ്ട് ജീവിതത്തിന്റെ അടിസ്ഥാന കാര്യം എന്താണ്? ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവമെന്ന അച്ചുതണ്ടിൽ ഉറപ്പിക്കപ്പെടുക എന്നതാ. ഇതിന് തടസ്സമാകുന്നവയെല്ലാം നമ്മളിൽ നിന്ന് ദൂരീകരിക്കുവാനാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം മുഴുവൻ നമ്മളൊന്ന് വിചിന്തന വിഷയമാക്കുന്നത് നല്ലതാണ്. ഇവിടെ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ പറഞ്ഞു വെച്ചു, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് ഇവിടെ വചനത്തിൽ പറയുക. അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഒരു കൊച്ചു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അപ്പനോട് അല്ലെങ്കിൽ അമ്മയോട് ഉള്ള ബന്ധം പോലെ ദൈവത്തിൽ നീ വിശ്വസിക്കണം, ദൈവത്തിൽ നീ ആശ്രയിക്കണം, ദൈവത്തെ നീ സ്നേഹിക്കണം. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വയ്ക്കാനുണ്ട്. നമുക്കറിയാം, ദൈവിക പുണ്യങ്ങൾ, വിശ്വാസം, ശരണം, ഉപവി, ഒരുപാട് വ്യാഖ്യാനിക്കപ്പെടേണ്ട വചനമാണ്. അതായത് ഈ ദൈവിക പുണ്യങ്ങളാകുന്ന ചരടിലാണ് ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടുന്നത്. ദൈവത്തെ വിശ്വസിക്കുക പരിശുദ്ധ അമ്മയെ പോലെ, ദൈവത്തിൽ ശരണപ്പെടുക പരിശുദ്ധ അമ്മയെ പോലെ, ദൈവത്തെ സ്നേഹിക്കുക പരിശുദ്ധ അമ്മയെ പോലെ. ഏറ്റവും ഉദാത്തമായ മാതൃക പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഈ ദൈവീക പുണ്യങ്ങളിൽ, അതായത് വിശ്വാസം, ശരണം, ഉപവി, ഇവയിൽ ആഴപ്പെടുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരും. അതാണ് മാനസാന്തര ജീവിതം എന്ന് പറയുക. ഇനി ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നത്തെ വചനം നമ്മുടെ മുൻപിൽ വിഷയമാക്കുന്നു. അത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന പ്രലോഭനങ്ങളാണ്, ദുഷ്പ്രേരണകളാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു വയ്ക്കും, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, പക്ഷേ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഓർക്കുക, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും. അത് ദൈവം അനുവദിക്കുന്നു. കാരണം
പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയാലേ ദൈവീക കൃപകളിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അപ്പോൾ ഈ പ്രലോഭനങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നാം അവയോട് പ്രതികരിക്കേണ്ടത്? അതാണ് അടുത്ത വചനം നമ്മളെ പഠിപ്പിക്കുക. നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഇവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്. പാപകാരണമാകുന്നത്, പ്രലോഭന ഹേതുവാകുന്നത് നിനക്ക് എത്ര പ്രിയപ്പെട്ടതായാലും ശരി, നിനക്ക് എത്ര വിലപ്പെട്ടതായാലും ശരി, എത്ര നിനക്ക് ഒഴിച്ചുകൂടാനാവാത്തതായാലും ശരി, അവയെ നിന്നിൽ നിന്ന് നീക്കിക്കളയണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചില കൂട്ടുകെട്ടുകൾ, ചില മാധ്യമങ്ങൾ, ചില ഗ്രൂപ്പുകൾ, ചില സൗഹൃദങ്ങൾ, ചില സ്ഥലങ്ങൾ നമുക്ക് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വിഘാതമായിട്ട് മാറാം. അതായത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ ഇല്ലായ്മ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിലെ കൃപയെ നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ കണ്ണുപോലെ പ്രിയപ്പെട്ടതായിരിക്കാം ചില സൗഹൃദങ്ങൾ, ചില ബന്ധങ്ങൾ. നമ്മുടെ കൈ പോലെ നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കാം ചില സാഹചര്യങ്ങൾ. ഓർക്കുക, അത് പാപഹേതുവാണോ? വെട്ടിക്കളഞ്ഞോണം. ഈശോ ദാക്ഷിണ്യമില്ലാതെ പറയുക, അത് വെട്ടിക്കളഞ്ഞോണം. കാരണം എന്താ? ഇരു കൈകളുമുള്ളവനായി അല്ലെങ്കിൽ ഇവയെല്ലാം കൊണ്ട് നിത്യനരകാഗ്നിയിലേക്ക് പതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാ, ദൈവത്തെ സ്വന്തമാക്കുന്നതാ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അവയവത്തിൽ ക്യാൻസർ വന്നാൽ ഡോക്ടർ പറയാ, ഈ അവയവം, ഈ കാല് അല്ലെങ്കിൽ ഈ കൈ മുറിച്ച് കളഞ്ഞാലേ രക്ഷപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ ആള് മരിച്ചു പോകും. നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ, കൈ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതുകൊണ്ട് കൈ മുറിച്ചിട്ടൊരു പരിപാടിയില്ല എന്ന് നമ്മൾ പറയുമോ? ഇല്ല. കൈ മുറിച്ച് കളയാൻ നമ്മൾ അനുവദിക്കും. കാരണം എന്താ? ഈ കൈ മുറിച്ച് കളഞ്ഞാലേ ജീവൻ നിലനിർത്താൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം ഉപേക്ഷിക്കേണ്ടവയൊക്കെ ഉപേക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. ഇത് ചെയ്യുമ്പോഴാണ് പാപം നിറഞ്ഞ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചിന്തിക്കാം. ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമത് നിന്നെ സ്നേഹിക്കുക. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കുക. മൂന്നാമത്തെ കാര്യം ഇതാണ്, നിന്റെ സഹോദരന്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും നിനക്കുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ, കുടുംബാംഗങ്ങള്, പ്രിയപ്പെട്ടവര്, അയൽക്കാര്, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയൊക്കെയാണോ അവരുടെ എല്ലാം ആത്മരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതിനെന്ത് ചെയ്യണം? വചനം വീണ്ടും തുടരുകയാണ്. ഈശോ പറയുന്ന ഒന്നാമത്തെ കാര്യം, സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുത്. സഹോദരന്റെ ജീവിതത്തിൽ ഇടർച്ചയ്ക്ക് നീ കാരണമാകരുത്. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, പക്ഷേ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. ഈശോ ഇത്രയധികം നിശ്ചിതമായി കർശനമായി പറയുന്ന വേറൊരു വചനമില്ല. സഹോദരന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതാണ്. നോക്കുക, എത്രമാത്രം ദുഷ്പ്രേരണ നൽകുന്നവനെ കർത്താവ് അങ്ങേയറ്റം നിശ്ചിതമായി വിമർശിക്കുന്നുവെന്ന് നോക്കുക. ദുഷ്പ്രേരണ നൽകരുത്. അതായത് നിന്റെ സഹോദരന് നിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിന് തടസ്സമാകുന്ന രീതിയിൽ നിന്റെ വാക്കോ പ്രവൃത്തിയോ ജീവിതശൈലിയോ മാറരുത്. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയുടെ ആത്മനാശത്തിന് നാം കണക്ക് പറയേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ദുഷ്പ്രേരണയുടെ പല വഴികളുണ്ട്. നമ്മൾ ഓർക്കും, ദുഷ്പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുൻപിൽ നൽകുന്ന ഒരു ദുർമാതൃക മാത്രമാണ്. അല്ല, ആജ്ഞയിലൂടെ ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്യാൻ ആജ്ഞാപിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ ദൈവത്തിൽ നിന്ന് പറിച്ചു മാറ്റുകയാണ് ചെയ്യുക. ആജ്ഞയിലൂടെ, തെറ്റായ ഉപദേശത്തിലൂടെ, ദുർമാതൃകയിലൂടെ, പാപം ചെയ്യാൻ അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ, മറ്റുള്ളവരുടെ തെറ്റുകൾ മൂടി വയ്ക്കുന്നതിലൂടെ നാം ആ വ്യക്തിയുടെ പാപത്തിന് പങ്കാളിയായിത്തീരുന്നു.
ആ വ്യക്തിയെ പാപത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുക ചെയ്യുക. ഈശോ പറയാണ്, ദുഷ്പ്രേരണ നൽകരുത്. അങ്ങനെ വരുമ്പോ ആ വ്യക്തി നാശമടയുമ്പോൾ നാം ആ വ്യക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും. വീണ്ടും പാപത്തിൽ വീണുപോയ ഒരു വ്യക്തിയോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? വചനം ഓർക്കുക, ദൈവത്തിന്റെ മനസ്സ് സ്വന്തമാക്കി അവനോട് ഇടപെടുക. എന്താണ് ദൈവത്തിന്റെ മനസ്സ്? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ മനസ്സ് സ്വന്തമാക്കി അവരോട് ഇടപെടണം. അവരെ വീണ്ടെടുക്കാൻ ഞാൻ പരിശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് തുടർന്നുള്ള വചനങ്ങൾ നമ്മൾ കാണുക. ഒന്നാമത് ഈശോ പറയാണ്, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ വചനം പാലിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്നതാണ് ദുഃഖസത്യം. പലപ്പോഴും ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ ഞാനായിട്ട് എന്നാ പറയാനാ, പറഞ്ഞിട്ട് അവന് ഇഷ്ടക്കേട് ഉണ്ടാകണ്ട, അതുകൊണ്ട് പോട്ടെ, അവൻ്റെ പാടായി. ഇല്ല, ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കി ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്തോ, തെറ്റാണെന്ന് ആ വ്യക്തിയും നീയും മാത്രമായിരിക്കുമ്പോൾ നീ ചെന്ന് പറയും. പറയാതിരിക്കാനാവില്ല. ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കിയ ഒരാൾക്ക് തെറ്റിനെ തെറ്റാണെന്ന് പറയാതിരിക്കാനാവില്ല, തിരുത്താതിരിക്കാനാവില്ല. ഇതാണ് കർത്താവ് പറയുക, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആദ്യമേ 10 പേരുടെ മുമ്പിൽ വെച്ച് അവനോട് വഴക്ക് പറയുക എന്നല്ല ഈശോ പറയുക, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ. കാരണം എന്താണ്? അവൻ്റെ ആത്മ അഭിമാനത്തെ മുറിപ്പെടുത്താതെ തെറ്റിനെ വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് അവൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ നീ പരിശ്രമിക്കണം. എന്നിട്ടും അവൻ നിന്നെ കേൾക്കുന്നില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഈശോ പറയുകയാണ്, ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് 2-3 സാക്ഷികളെ കൂടി നിന്റെ കൂടെ കൊണ്ടുപോകുക. അതായത് കൂട്ടായ്മയിൽ ഒരുമിച്ച് ഈ വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി നീ പരിശ്രമിക്കണം, മുൻകൈ എടുക്കണം. അങ്ങനെ അവനെ വീണ്ടെടുക്കണം. എന്നിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സഭയോട് പറയുക. കൂട്ടായ്മയിൽ പ്രാർത്ഥനയുടെ വലിയ അഭിഷേകത്തിൽ ഈ വ്യക്തിയെ വീണ്ടെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വ്യക്തികളുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ഈശോ കുരിശിൽ ബലിയായത്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഈ ദാഹം നമുക്കറിയാം, തൊണ്ട വരണ്ടതിൻ്റെ ദാഹമല്ല, മറിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം കൂടിയായിരുന്നു അത്. അപ്പോൾ ഈ ദാഹത്തെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് അതിനുവേണ്ടി അധ്വാനിക്കാതിരിക്കാനാവില്ല. ഈ ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ കർത്താവിൻ്റെ പക്ഷത്താണ്. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഈ വചനം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുക. ശരിയാണ്, ആ അർത്ഥമുണ്ട്. പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ അത് ചിന്തിക്കുക, ഈശോ പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് പറയുക. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഏത് കാര്യമാണ് നീ ചോദിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തരം ഇതിനു മുൻപുള്ള വചനങ്ങളിൽ അവിടുന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിന്റെ സഹോദരൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങളിൽ 2 പേർ യോജിച്ച് പ്രാർത്ഥിക്കേണ്ടത്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല. ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന എന്താ? സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂട്ടായ്മയിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മ നിറഞ്ഞ ലോകത്തിൽ തിന്മയ്ക്കെതിരെ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ഈശോ, സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിനെ ആരാധിക്കാൻ, പരിശുദ്ധ കുർബാനയായ ഈശോയെ ആരാധിക്കാൻ
കർത്താവ് നമുക്കായി ഒരുക്കുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിൽ അവിടുന്ന് നമ്മെ തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. സ്നേഹം ആവോളം ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ ആത്മാർത്ഥതയോടെ നമുക്ക് ആരാധിച്ച് ചേർന്ന് പാടാം. ആരാധന ആരാധന ആയിരം ആരാധന. പരിശുദ്ധ അമ്മയോട് മാലാഖമാരോട് ചേർന്ന് ആരാധിക്കാം. ആരാധന ആരാധന ആത്മാവിലാരാധന. കണ്ണുകളടച്ച് കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ആരാധന ആരാധന യേശുവേ ആരാധന. ആത്മനെ ആരാധന 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 ആത്മനെ ആരാധന. സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന. വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 9 വൃന്ദം മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാലാഖമാരുടെ സ്തുതിഗീതങ്ങളോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നരുളി ചെയ്ത ഈശോ, നമ്മെ വീണ്ടെടുക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങിയ ഈശോ, നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന ഈശോ, നമുക്ക് വേണ്ടി അപ്പമായി തീർന്ന് ഈ അൾത്താരയിൽ നമ്മോട് കൂടെ വസിക്കുന്ന ഈശോ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമായി നമ്മെ വീണ്ടെടുത്തതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണമാകുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. സ്നേഹത്തോടെ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കാം. ഈശോയുടെ ഹൃദയ ഭാവം നമുക്ക് ഏറ്റെടുക്കാം. ഒരാളും നഷ്ടപ്പെട്ടു പോകരുത്, ഒരാളും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, ഒരാളുടെയും ആത്മനാശം സംഭവിക്കരുത്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പ്രചോദനം കിട്ടുന്നു അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, കൂട്ടായ്മയിൽ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. കർത്താവെ, ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് എല്ലാ വ്യക്തികളുടെയും മാനസാന്തരത്തിന് വേണ്ടി, കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെയും കൂടുതൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഈശോ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.